പ്രിയ കൂട്ടുകാരെ, ഇന്നത്തെ നമ്മുടെ വായന ഇവിടെ ആരംഭിക്കുകയാണ്. നമുക്ക് വളരെ ശ്രദ്ധയോടുകൂടി ഇത് ശ്രവിക്കാം. വഴിയോരത്ത് തീ കൂട്ടി ചുറ്റുമിരുന്നപ്പോൾ ഇരുട്ടിത്തുടങ്ങി. അന്ത്രയോസ് എഴുന്നേറ്റ് നിന്നുകൊണ്ട് കൈകൾ വിരിച്ചു പിടിച്ച് കൊട്ടുവായിട്ടു. എനിക്ക് ഭയങ്കര ക്ഷീണം തോന്നുന്നു ഗുരു. യാത്രാക്ഷീണമൊക്കെ മാറ്റുവാൻ നമുക്ക് എവിടെയെങ്കിലും പ്രശാന്തമായ ഒരു സ്ഥലം കണ്ടുപിടിച്ച് അല്പനേരം വിശ്രമിക്കാം. അന്ത്രയോസെ, അവിടെ ഇരിക്കൂ. വെറുതെ ഗുരുവിനെ അലട്ടരുത്. എന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ സംരക്ഷിക്കുന്ന പത്രോസാണ് പറഞ്ഞത്. പത്രോസെ, അന്ത്രയോസ് പറഞ്ഞത് ശരിയാണ്. നമ്മൾ ക്ഷീണിതരാണ്. ആ സത്രത്തിൽ നിന്നും പോകുന്നതിന് ശേഷം നമുക്കൊന്നും നല്ല ജോലി തിരക്കായിരുന്നു. എപ്പോഴും വിശ്രമം ആഗ്രഹിച്ചിരുന്ന യൂദാസാണ് പറഞ്ഞത്. നമ്മൾ എപ്പോഴാണ് വിശ്രമിക്കേണ്ടതെന്ന് ഗുരു തീരുമാനിക്കട്ടെ, എൻ്റെ പ്രിയസേതനായ യോഹന്നാൻ പറഞ്ഞു. യേശു അരുളി ചെയ്യുകയാണെങ്കിൽ എക്കാലവും ഇങ്ങനെ തന്നെ പോകുവാൻ എനിക്ക് സാധിക്കും, ചെറുപ്പത്തിൻ്റെ ഉത്സാഹത്തോടെ യാക്കോബ് പറഞ്ഞു. ഞാൻ മറുപടി നൽകാൻ തുടങ്ങുമ്പോൾ ആരോ കൂർക്കം വലിക്കുന്ന ശബ്ദം കേട്ടു. ബഹളത്തിനിടയിലും ബർത്തലോമിയോ സുഖമായി ഉറങ്ങിക്കഴിഞ്ഞു. ബർത്തലോമിയോ, നമുക്ക് വേണ്ടി തീരുമാനം എടുത്തെന്ന് തോന്നുന്നു. ഇന്ന് രാത്രിയിൽ ഇവിടെ കിടന്നതിന് ശേഷം നാളെ യൂദയായിൽ പോയി നമുക്ക് വിശ്രമിക്കാം. എല്ലാവരും ചേർന്ന് വലിയ സ്വരത്തിൽ സംസാരിച്ച് ബഹളമുണ്ടാക്കുന്നതിനിടയിലും ബർത്തലോമിയോ ഉറങ്ങുന്നത് കണ്ട് ഞാൻ പുഞ്ചിരിച്ചു. യൂദാസ് പണസഞ്ചി തുറന്ന് എന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഗുരു, നമ്മുടെ കൈവശം അധികം പണമൊന്നും ബാക്കിയില്ല. ഇത്രയും കുറച്ച് പണവുമായി നമ്മൾ എങ്ങനെയാണ് യൂദയായിൽ കഴിയാൻ പോകുന്നത്? പത്രോസ് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ദേഷ്യപ്പെട്ടു. ഇന്നലെ കുറെ പണം ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ എവിടെ പോയി? എനിക്കറിയില്ല. യൂദാസ് മുറവിള കൂട്ടി. ഇപ്പോൾ ഇത്രയുമാണ് ഉള്ളത്, വേണമെങ്കിൽ നോക്കിക്കോ. നോക്കേണ്ട ആവശ്യമില്ല. എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയാം. എപ്പോഴും സംഭവിക്കുന്നത് തന്നെ. അത് തനിയെ വായുവിൽ അപ്രത്യക്ഷമായി പോകും. പത്രോസ് തിരിച്ചടിച്ചു. യൂദാസ് ആകെ പരിങ്ങലിലായി. എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. നിനക്ക് നന്നായി അറിയാം. നിസ്സംഗമായ മുഖഭാവത്തോടെ യോഹന്നാൻ യൂദാസിനെ നോക്കി. യൂദാസ് അഭ്യർത്ഥനാഭാവത്തിൽ എന്നെ കടാക്ഷിച്ചു. അത് കാര്യമാക്കേണ്ടതില്ല, ഞാൻ പറഞ്ഞു. ഇത് വെറും പണത്തെ സംബന്ധിക്കുന്ന വിഷയമാണ്. നമുക്ക് ആവശ്യമായതെല്ലാം പിതാവ് തന്നുകൊള്ളും. പക്ഷെ ഗുരു, പണം എല്ലായ്പ്പോഴും ഇതുപോലെ അപ്രത്യക്ഷമാവുകയാണ്. പത്രോസിന് കലിയടങ്ങുന്നില്ല. പത്രോസെ, പണത്തെ പ്രതി നീ ഇത്ര ശുഭിതനായാൽ ഇന്ന് സിനഗോഗിൽ വെച്ച് കണ്ട മനുഷ്യരെക്കാൾ വ്യത്യസ്തനാണ് നീ എന്ന് എങ്ങനെ പറയും? എപ്പോഴും പണം അവരെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നതായി നമ്മൾ കാണുന്നു. നിങ്ങൾക്കും അങ്ങനെ തന്നെ സംഭവിക്കുമോ സ്നേഹിതരെ? പത്രോസ് ഇപ്പോൾ നിലത്ത് നോക്കിക്കൊണ്ടാണ് മറുപടി പറഞ്ഞത്. എന്നോട് ക്ഷമിക്കൂ ഗുരു. അപ്രധാനമായ കാര്യങ്ങളെക്കുറിച്ച് മനസ്സ് ഉണ്ടാക്കാൻ എളുപ്പമാണ്. അങ്ങ് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മറക്കാനോ വളരെ എളുപ്പവും. ഞാൻ എന്തെങ്കിലും ഇത് പഠിക്കുമോ? എന്തൊരു മണ്ടനാണ് ഞാൻ. ഞാൻ അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, നീ മണ്ടനല്ല, നീ മനുഷ്യനാണ്. അതുകൊണ്ട് ഇടയ്ക്ക് തെറ്റുപറ്റി പോകും. എന്നാൽ ഇതുപോലെയുള്ള അവസരങ്ങളിൽ നിന്ന് പഠിക്കണം. നിന്റെ വിശ്വാസം ശക്തമാണ്, എന്നാൽ ചിലപ്പോൾ ശക്തമായ വികാരങ്ങൾക്ക് അടിമപ്പെട്ടു പോകുന്നു. അത് നിയന്ത്രിക്കുവാൻ നിനക്ക് സാധിച്ചാൽ ഈ ലോകത്തിലെ പൈശാചിക ശക്തികൾക്കെതിരായി നിലകൊള്ളുന്ന ഒരു ഉറച്ച പാറയായി നീ മാറും. പത്രോസ് ശിരസുയർത്തി എന്നെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഗുരു, അങ്ങ് ഏറെ ക്ഷമിക്കുന്നവനാണ്. എനിക്കും അതുപോലെ ആകുവാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്നു. തീർച്ചയായും നീ അങ്ങനെ തന്നെ ആയിത്തീരും, ഞാൻ അവനെ ഉറപ്പ് കൊടുത്തു. രാത്രിയിൽ ഉണർന്നപ്പോൾ യൂദാസ് ശബ്ദമുണ്ടാക്കാതെ പതുക്കെ ഞങ്ങളെ വിട്ടു പോകുന്നതാണ് കണ്ടത്. അവൻ എവിടേക്കാണ് പോകുന്നതെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. അവൻ എപ്പോഴും പോകുന്നിടത്ത് തന്നെ. പകൽ ലഭിക്കുന്ന സംഭാവനകളിൽ നിന്ന് കുറച്ചെടുത്ത് ശരീരത്തിൽ എവിടെയെങ്കിലും അവൻ ഒളിപ്പിച്ചു വയ്ക്കുക പതിവാണ്. അതാരും കാണാതെ മറ്റെവിടെയെങ്കിലും ഒളിപ്പിക്കാൻ പോവുകയാണവൻ. പണത്തിന് ഒരാത്മാവിനെ എപ്രകാരം നശിപ്പിക്കാൻ സാധിക്കുമെന്ന് കണ്ട് ഞാൻ ദുഃഖിച്ചു. ചെറിയ രീതിയിൽ ആരംഭിക്കുന്ന നാശം പിന്നീട് വലുതായിത്തീരുന്നു. പെട്ടെന്ന് എല്ലാം പണമായി മാറുന്ന അവസ്ഥ. പണത്തിന് വലിയ വില കൽപ്പിക്കപ്പെടുന്നു, ബാക്കിയെല്ലാം രണ്ടാം സ്ഥാനത്തേക്ക് മാറ്റപ്പെടുന്നു. ഇപ്രകാരമാണ് പിശാച് പ്രവർത്തിക്കുന്നത്. പങ്കുവയ്ക്കുമ്പോൾ നന്മയായി പരിണമിക്കപ്പെടേണ്ടതിന് നൽകപ്പെട്ട ദാനമാണ് സമ്പത്തും പണവും. എന്നാൽ സ്വാർത്ഥ താല്പര്യങ്ങൾക്കും അധികാര ലബ്ധിക്കും വേണ്ടി ഉപയോഗിക്കപ്പെടുമ്പോൾ അത് തിന്മയായി മാറുന്നു. നന്മയ്ക്കായി ഉപയോഗിക്കേണ്ട ഒന്നിനെ വളരെ തന്ത്രപൂർവ്വം തിന്മയുടെ ഉപകരണമാക്കി തീർത്തുകൊണ്ട് പിശാച് എൻ്റെ മക്കളെ കൂടുതൽ ആഴത്തിൽ സ്വന്തം പിടിയിലാക്കുകയാണ്. ഇതുതന്നെയല്ലേ പിശാചിൻ്റെ തന്ത്രം? എല്ലാവർക്കും പങ്കുവച്ചനുഭവിക്കുവാൻ നൽകപ്പെട്ട ദാനത്തെ അത് ഒരു ന്യൂനപക്ഷം ആളുകളുടേത് മാത്രമാണെന്ന് അവരെ വിശ്വസിപ്പിക്കുക. അവർക്കാകട്ടെ ലഭിച്ചത് സംതൃപ്തി ഉണ്ടാകുന്നുമില്ല. അവർക്ക് ഇനിയും വേണം. തങ്ങൾ കൂടുതൽ എടുക്കുമ്പോൾ മറ്റുള്ളവർക്ക് കുറഞ്ഞു പോവുകയാണെന്നത് അവർ കാണുന്നില്ല. അവർ സ്വയം തങ്ങളെ തന്നെയും മറ്റുള്ളവരെയും ദ്രോഹിക്കുകയാണെന്ന് അറിയുന്നില്ല. ചിലപ്പോഴൊക്കെ മറ്റുള്ളവരെ കൊണ്ട് അവർ എങ്ങനെ പാപം ചെയ്യിക്കുന്നു എന്നും അവർ മനസ്സിലാക്കുന്നില്ല. എന്തെന്നാൽ മറ്റുള്ളവർ തങ്ങളുടെ ഇല്ലായ്മയിൽ, തങ്ങളുടെ ബലഹീനതയുടെ സ്വാധീനത്താൽ തങ്ങളുടെ കുറവ് നികത്തി പണക്കാരെ പോലെ ആകുന്നതിന് വേണ്ടി പാപം ചെയ്യുവാൻ ഇടയുണ്ട്. അനന്തരഫലങ്ങൾ കണക്കിലെടുക്കാതെ തന്നെ അവരുടെ പാപം പരിഗണിക്കപ്പെടുകയില്ല. കാരണം അവർ എടുക്കുന്നത് അവരുടെ അവകാശമാണ്. പിശാചിൻ്റെ പാത പിന്തുടരുമ്പോൾ വിഡ്ഢിയാകുന്നത് മനുഷ്യനാണ്, യൂദാസാണ്. എത്രയോ ദുഃഖകരമാണിത്. ഞാൻ കണ്ണുകൾ അടച്ചു. അസ്വസ്ഥമായ ഉറക്കം. ഞാൻ ചിന്തിക്കുകയായിരുന്നു യൂദാസിനെക്കുറിച്ച്. ഞാൻ ഒത്തിരി സ്നേഹിക്കുന്ന യൂദാസിനെക്കുറിച്ച്. അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകളോടെയാണ് ഞാൻ ഉണർന്നത്. കുറച്ച് നാളായിരിക്കുന്നു അമ്മയെ കണ്ടിട്ട്.
വീട്ടിൽ എൻ്റെ വരവിനായി കാത്തിരിക്കുന്ന അമ്മയെക്കുറിച്ച് ഞാൻ ഓർത്തു. ശിഷ്യന്മാർ ഉണർന്നപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നസറത്തിലേക്ക് തിരിച്ചു പോകുവാൻ സമയമായി. അമ്മയെ സന്ദർശിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സന്തോഷമുള്ള കാര്യമാണത്, പത്രോസ് പറഞ്ഞു. അങ്ങയുടെ അമ്മയായ മറിയ എപ്പോഴും ഞങ്ങളെ സ്വന്തം മക്കളെ പോലെ സ്വാഗതം ചെയ്യുന്നു. അതെ കർത്താവേ, അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണം എന്ത് രുചിയാണെന്ന് യൂദാസാണ് പറഞ്ഞത്. അവൻ എൻ്റെ അമ്മയെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. എന്തെന്നാൽ അമ്മ അവനെ സ്നേഹത്തോടെ ഒരമ്മയുടെ വാത്സല്യത്തോടെ കരുതി പോന്നു. യൂദാസ് പിന്നെയും തുടർന്നു, എനിക്ക് അങ്ങയുടെ വീട്ടിൽ പോകാൻ വലിയ ഇഷ്ടമാണ് ഗുരു. അവിടെ പോയിട്ടുള്ള ചുരുക്കം ചില അവസരങ്ങളിൽ തന്നെ എനിക്ക് തിരികെ പോരാൻ തോന്നിയിരുന്നില്ല. ഇത് തന്നെയാണ് എൻ്റെ അമ്മയെ സന്ദർശിക്കാൻ വീട്ടിൽ വരുന്ന എല്ലാവരുടെയും അനുഭവം. അമ്മ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയും തങ്ങൾ ഈ വീട്ടിലെ ഒരംഗമാണെന്ന് തോന്നുന്ന രീതിയിൽ ഗൃഹാതുരത്വം പകരുകയും ചെയ്യുന്നു. എൻ്റെ കുടുംബത്തിൽപ്പെട്ടവർക്കൊക്കെയും അമ്മ ഹൃദയം തുറന്നു കൊടുക്കുന്നു, അവരെ സ്വന്തമാക്കുന്നു. ആത്മാക്കളുടെ രക്ഷയെ സംബന്ധിച്ച് എൻ്റെ അമ്മ എത്രയോ പ്രാധാന്യമർഹിക്കുന്ന വ്യക്തിയാണെന്ന കാര്യം മാനവ സമൂഹം ഒരു നാൾ അറിയുന്നതാണ്. ഞാൻ പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഞങ്ങളുടേതായ സാധനങ്ങളൊക്കെ പെറുക്കിയെടുത്തുകൊണ്ട് തുടർന്നുള്ള യാത്രയ്ക്ക് തയ്യാറായി. ഗുരു, യാക്കോബ് ചോദിച്ചു, നസറത്തിലേക്ക് എത്ര ദൂരമുണ്ട്? ഏറെ ദൂരമൊന്നുമില്ല യാക്കോബ്, 2 ദിവസത്തെ നടപ്പുണ്ടാകും, അത്രമാത്രം. ഞാൻ മറുപടി പറഞ്ഞു. ഗുരു, അങ്ങനെയെങ്കിൽ അങ്ങയുടെ ചുമട് ഞാൻ വഹിച്ചു കൊള്ളട്ടെയോ? അമ്മയുടെ അരികിലെത്തുമ്പോൾ അങ്ങ് ക്ഷീണിതനാകാതിരിക്കുന്നതിന് വേണ്ടി ഈ അനുവാദം എനിക്ക് നൽകണം, യാക്കോബ് ചോദിച്ചു. ഞാൻ അവൻ്റെ ഹൃദയത്തിലേക്ക് നോക്കുകയും അവൻ എന്നോടുള്ള അഗാധമായ സ്നേഹവും എൻ്റെ ഭവനത്തിലായിരിക്കുന്ന ഓരോ നിമിഷവും ഞാൻ ആസ്വദിക്കണമെന്നുള്ള അതിയായ ആഗ്രഹവും ദർശിക്കുകയുണ്ടായി. യാക്കോബേ, എൻ്റെ പ്രിയ സ്നേഹിത, സന്തോഷത്തോടു കൂടി തന്നെ ഞാൻ എൻ്റെ ഭാരം നിനക്ക് നൽകും. എന്തെന്നാൽ ഞാൻ വഹിക്കേണ്ടതിൽ നിന്ന് അല്പം സ്വീകരിക്കുമ്പോഴാണ് നീ എൻ്റെ ജോലിയിൽ പങ്കുകാരനാകുന്നത്. അത് കേട്ടപ്പോൾ യാക്കോബ് ഒന്ന് അമ്പരന്നു. എങ്കിലും സന്തോഷത്തോടെ എൻ്റെ സാധനങ്ങൾ പെറുക്കിയെടുത്തുകൊണ്ട് നടന്നു നീങ്ങി. നടക്കുമ്പോൾ ഉത്സാഹത്തോടെ അവൻ ഇടയ്ക്കിടെ തുള്ളിച്ചാടുന്നുണ്ടായിരുന്നു. അവൻ കുഞ്ഞായിരുന്നപ്പോൾ പഠിച്ച ഒരു ആനന്ദഗീതം പാടുവാൻ ആരംഭിച്ചു. എൻ്റെ സ്വർഗസ്ഥനായ പിതാവിന് തൻ്റെ മക്കളോടുള്ള സ്നേഹത്തെക്കുറിച്ചായിരുന്നു അത്. എല്ലാവരും അവനോട് ചേർന്ന് പാടിയപ്പോൾ ഒരു ഉത്സവത്തിൻ്റെ അനുഭൂതി ഉളവായി. അവർ ഹൃദയം തുറന്ന് തങ്ങളുടെ സ്നേഹം സ്വർഗസ്ഥനായ പിതാവിനോട് കൂടുതൽ പ്രകടിപ്പിക്കുകയും തോറും പാട്ട് കൂടുതൽ കൂടുതൽ ഉച്ചത്തിലായിക്കൊണ്ടിരുന്നു. നമ്മുടെ ഇന്നത്തെ വായന ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ദിവസത്തെ വായനയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥനയോടെ കാത്തിരിക്കാം.